ആമുഖത്തില് പഴയ നിയമം എത്ര പുസ്തകമാണെന്ന് അറിയാമോ? പഴയ നിയമം 39 പുസ്തകം, അധ്യായങ്ങൾ 39 പുസ്തകം. 2 അധ്യായങ്ങൾ 929 അധ്യായങ്ങൾ. പഴയ നിയമത്തിലെ അധ്യായങ്ങൾ 929 അധ്യായങ്ങളുണ്ട്. 2 വാക്യങ്ങൾ 23,145. 23,145 വാക്യങ്ങൾ. 23,145 വാക്യങ്ങൾ. 4 മധ്യത്തിലുള്ള പുസ്തകം. ഈ പഴയ നിയമ പുസ്തകത്തിനകത്ത് മധ്യയുള്ള പുസ്തകം, സദർശ്യവാക്യങ്ങൾ. സദർശ്യവാക്യങ്ങൾ. 5 മധ്യയുള്ള അധ്യായം. മധ്യയുള്ള അധ്യായം ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം. ഇയ്യോബിന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം. 6 മധ്യയുള്ള വാക്യം. മധ്യയുള്ള വാക്യം. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 7 ഏറ്റവും ചെറിയ പുസ്തകം. ഏറ്റവും ചെറിയ പുസ്തകം. ഓബദ്യാവ്. ഏറ്റവും ചെറിയ പുസ്തകം ഓബദ്യാവ്. 8 ഏറ്റവും ചെറിയ വാക്യം. ഏറ്റവും ചെറിയ വാക്യം. 1 ദിനവൃത്താന്ത പുസ്തകം 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ഏറ്റവും ചെറിയ വാക്യം 1 ദിനവൃത്താന്ത പുസ്തകം 1-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം. 9 ഏറ്റവും വലിയ വാക്യം. ഏറ്റവും വലിയ വാക്യം. എസ്തേർ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എസ്തേർ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. എസ്തേർ 8-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 10 ഏറ്റവും വലിയ അധ്യായം. അറിയാമോ? ഏറ്റവും വലിയ അധ്യായം പഴയ നിയമത്തിൽ എല്ലാവർക്കും അറിയാം. ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് 119-ാം സങ്കീർത്തനം.
119 സങ്കീർത്തനം 11. ഏറ്റവും വലിയ പുസ്തകം. ഏറ്റവും വലിയ പുസ്തകം. സങ്കീർത്തനം എത്ര അധ്യായം എന്നറിയാമോ? 150 അധ്യായം ഉണ്ട്. ഏറ്റവും വലിയ പുസ്തകം. പന്ത്രണ്ട്. സാമ്യമുള്ളവയായ പുസ്തകം. സാമ്യം ഉള്ളവയായ പുസ്തകം. 2 രാജ 19 അധ്യായം. 2 രാജ 19. യെശയ്യാവ് 37. യെശയ്യാവ് 37. എസ്ത്ര 2. എസ്ത്ര 2. നെഹമ്യാവ് 7. നെഹമ്യാവ് 7. 2 ദിനവൃത്താന്തം 36 22 23. എസ്ത്ര 1 മുതൽ 3 വരെ. സങ്കീർത്തനം 14. സങ്കീർത്തനം 14. സങ്കീർത്തനം 53. സങ്കീർത്തനം 53. സങ്കീർത്തനം 60 6 മുതൽ 12 വരെ. ആറ് മുതൽ 12 വരെ. സങ്കീർത്തനം 108 7 മുതൽ 13 വരെ. സംഖ്യാപുസ്തകം 7 12 വരെ. സംഖ്യാപുസ്തകം 7 അധ്യായം മുതൽ 12 അധ്യായം വരെ. ആവർത്തനങ്ങൾ എത്രയാ സംഖ്യ 7-ന്റെ? സംഖ്യ 7-ാമത്തെ പുസ്തകം മുതൽ 12-ാമത്തെ പുസ്തകം വരെ. സങ്കീർത്തനം 107. സങ്കീർത്തനം 136. ഉൽപ്പത്തി 36 31 മുതൽ 43 വരെ. ഉൽപ്പത്തി 36 31 മുതൽ 43 വരെ. 1 ദിനവൃത്താന്തം. 1 ദിനവൃത്താന്തം 1-ാമത്തെ അധ്യായം 43 മുതൽ 54 വരെ. ഒന്ന് ദിനവൃത്താന്തം 1-ാം അധ്യായം. 1 ദിനവൃത്താന്തം 1-ാം അധ്യായം 43 മുതൽ 54 വരെ. 5-4 4-3 മുതൽ 5-4 വരെ. ഓക്കെ, ഇത്രയുമാണ് ആ പുസ്തകത്തെ കുറിച്ചുള്ള, പഴയ നിയമത്തെ കുറിച്ചുള്ള വാക്യങ്ങളും കാര്യങ്ങളും. അടുത്തതായി പഴയ നിയമ
പഴയ നിയമ ഗ്രന്ഥങ്ങൾ. പഴയ നിയമ ഗ്രന്ഥങ്ങൾ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ. ഒന്ന് ഒന്ന് ഉൽപ്പത്തി ആരംഭങ്ങളുടെ വിവരണം. ഉൽപ്പത്തി ആരംഭങ്ങളുടെ വിവരണം. രണ്ട് പുറപ്പാട് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പാട്. പുറപ്പാട് ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്നുള്ള പുറപ്പാട്. മൂന്ന് മൂന്ന് ലേവ്യ നിയമ സംരംഭനം സാമൂഹ്യ നിയമങ്ങൾ. സാമൂഹ്യ നിയമങ്ങൾ. നാല് സംഖ്യ ജനസംഖ്യാ നിർണയം, മരുപ്രയാണം. സംഖ്യ ജനസംഖ്യാ നിർണയം, മരുപ്രയാണം. അഞ്ച് ആവർത്തനം ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠയുള്ള ആവർത്തനം ദൈവസന്നിധിയിൽ പുനഃപ്രതിഷ്ഠയുള്ള മോശയുടെ ആവർത്തനം. മോശയുടെ ആവർത്തനം. അടുത്ത ഹെഡിങ് ആണ്. അതിന് നേരെ താഴെ അല്പസ്ഥലം ഇട്ടിട്ട് ഒരു വരയിട്ട് താഴെ ചരിത്ര ഗ്രന്ഥങ്ങൾ. ചരിത്ര ഗ്രന്ഥങ്ങൾ. അതിന്റെ താഴെ ദൈവിക അതിന്റെ താഴെ ദൈവീകരണ ചരിത്രം. ദൈവീകരണ ചരിത്രം. യോശുവ ബ്രാക്കറ്റിൽ ന്യായാധിപന്മാർ ബ്രാക്കറ്റിൽ രൂത്ത്. യോശുവ ബ്രാക്കറ്റിൽ ന്യായാധിപന്മാർ ബ്രാക്കറ്റിൽ രൂത്ത്. അതിന്റെ താഴെ രാജകീയ ഭരണചരിത്രം. രാജകീയ ഭരണചരിത്രം.
അധ്യായങ്ങൾ 1 ശമൂവേൽ ഡാഷ് 2 ശമൂവേൽ 1 ശമൂവേൽ ഡാഷ് 2 ശമൂവേൽ 1 രാജാക്കന്മാർ ഡാഷ് 2 രാജാക്കന്മാർ 1 രാജാക്കന്മാർ ഡാഷ് 2 രാജാക്കന്മാർ 1 ദിനവൃത്താന്തം 1 ദിനവൃത്താന്തം ഡാഷ് 2 ദിനവൃത്താന്തം. അടുത്ത ഹെഡിങ് ആ 1 ദിനവൃത്താന്തവും 2 ദിനവൃത്താന്തം കഴിഞ്ഞ് ഒരു വര ഇട്ടിട്ട് താഴെ ഹെഡിങ് പ്രവാസകാല ശേഷമുള്ള ചരിത്രം. പ്രവാസകാല ശേഷമുള്ള ചരിത്രം. പ്രവാസകാല ശേഷമുള്ള ചരിത്രം. എസ്ത്ര. എസ്ത്ര ബ്രാക്കറ്റിൽ നെഹമ്യാവ്, അടുത്ത ബ്രാക്കറ്റിൽ എസ്തേർ. എസ്ത്ര, നെഹമ്യാവ്, എസ്തേർ. ഒരു ചെറിയ അണ്ടർലൈൻ കൊടുത്തിട്ട് ഒരു വര കൊടുത്തിട്ട് കാവ്യഗ്രന്ഥങ്ങൾ, അതിന്റെ നേരെ താഴെ വലിയ അക്ഷരത്തിൽ കാവ്യഗ്രന്ഥങ്ങൾ. ഇയ്യോബ്. ഇയ്യോബ് ഡാഷ് കഷ്ടതയുടെ ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഇയ്യോബ് ഡാഷ് കഷ്ടതയുടെ ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഇയ്യോബ് കഷ്ടതയുടെ ഇരട്ടി അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. സങ്കീർത്തനങ്ങൾ ബ്രാക്കറ്റിൽ ബൈബിളിലെ പ്രാർത്ഥനാ പുസ്തകം. സങ്കീർത്തനങ്ങൾ ബ്രാക്കറ്റിൽ ബൈബിളിലെ പ്രാർത്ഥനാ പുസ്തകം. ഉത്തമഗീതം. അടുത്ത് ഉത്തമഗീതം 1, 2, 3 കേട്ടോ. ഉത്തമഗീതം. നിഷ്കളങ്ക അനുരാഗ. നിഷ്കളങ്ക ബ്രാക്കറ്റിൽ അനുരാഗ കാന്ത. കാന്ത. കാന്ത എന്ന് പറയുമ്പോ കാന്തൻ, മണവാളൻ എന്നൊക്കെ ഉദ്ദേശിക്കും. കാന്ത. നാല് വിലാപങ്ങൾ. ഡാഷ് ദൈവജനത്തിന്റെ കഷ്ടാനുഭവം. ദൈവജനത്തിന്റെ കഷ്ടാനുഭവം. ദൈവജനത്തിന്റെ കഷ്ടാനുഭവം. അടുത്ത ഹെഡിങ് വിജ്ഞാന ഗ്രന്ഥങ്ങൾ. വിജ്ഞാന ഗ്രന്ഥങ്ങൾ. വിജ്ഞാന ഗ്രന്ഥങ്ങൾ. സദൃശ്യവാക്യങ്ങൾ.
ഡാഷ് ജ്ഞാനം, ഡാഷ് ജ്ഞാനം സംഗ്രഹിക്കുക, ജ്ഞാനം സംഗ്രഹിക്കുക. രണ്ട് സഭാപ്രസംഗി, ഡാഷ് ജീവിത നിർവചനം, സഭാപ്രസംഗി ഡാഷ് ജീവിത നിർവചനം. ശലോമോന്റെ വീക്ഷണത്തിൽ, ശലോമോന്റെ വീക്ഷണത്തിൽ. ഹെഡിങ് പ്രവചന ഗ്രന്ഥങ്ങൾ, പ്രവചന ഗ്രന്ഥങ്ങൾ. വലിയ പ്രവാചകന്മാർ, പഴയ നിയമത്തിലെ വലിയ പ്രവാചകന്മാർ. യെശയ്യാവ്, യിരെമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ. ഒന്നുകൂടെ പറയാം. യെശയ്യാവ്, യിരെമ്യാവ്, എഗസ്കേൽ, ദാനിയേൽ. ചെറിയൊരു ലൈൻ കൊടുത്തിട്ട് ചെറിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ. ഒന്ന് ഹോശയ, ഹോശയ, യോവേൽ. രണ്ട് യോവേൽ. ഒന്ന് ഹോശയ, രണ്ട് യോവേൽ, മൂന്ന് ആമോസ്, മൂന്ന് ആമോസ്, നാല് ഓബദ്യാവ്, ആമോസ്, നാല് ഓബദ്യാവ്, അഞ്ച് യോന, അഞ്ച് യോന, ആറ് മീഖ, ആറ് മീഖ, ഏഴ് നഹൂം, നഹൂം, ഹബക്കുക്ക്, 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 സെബന്യാവ്, ഹബക്കുക്ക്, സെബന്യാവ്, ഹക്കായി, 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 സെക്കരിയാവ്, സെക്കരിയാവ്, മലാക്കി. മലാക്കി. ഇത്രയാണ് ആമുഖം. അടുത്ത് നിങ്ങൾ ഹെഡിങ് എഴുതേണ്ടത് ഇസ്രായേലിന്റെ രാജകാലം, ഇസ്രായേലിന്റെ രാജകാലം. ഒന്നുകൂടെ പറയാമോ പാസ്റ്ററെ? ഇസ്രായേലിന്റെ രാജ കാലം, കാലം. ഓക്കെ. എത്ര കാലം വാഴുന്നു എന്നുള്ളത്. അല്ല, എന്നിട്ട് ബ്രാക്കറ്റില് പഴയ നിയമ കാലക്രമം, പഴയ നിയമ കാലക്രമം.
പഴയ നിയമം AD ആണോ BC ആണോ? ഒരാളിന് പറയാം. BC. ഓക്കെ. അപ്പോ BC. താങ്ക് യു പാസ്റ്ററെ. BC. ആന്റി പറയൂ. ഓക്കെ ആന്റി. BC 2000, BC 2000, 1280. BC 2000 ഒരു മാർക്ക് ഇട്ടിട്ട് അടുത്ത് 1280. ഗോത്രപിതാക്കന്മാരുടെ കാലം. ഗോത്രപിതാക്കന്മാരുടെ കാലം. ഗോത്രപിതാക്കന്മാരുടെ കാലം. എത്ര ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു? 5, 10, 20? കേൾക്കാൻ വേഗതയും പറയാൻ താമസവും. എത്ര ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു? ഹലോ. BC 2000, 1280 ഗോത്രപിതാക്കന്മാരുടെ കാലം. എത്ര ഗോത്രപിതാക്കന്മാരുണ്ടായിരുന്നു? നമ്മൾ പറയാറില്ലേ പ്രാർത്ഥിക്കുമ്പോ? ജോബി പറഞ്ഞേ. 12. ജോബി പറഞ്ഞേ. 12. ഒരാളുണ്ടോ പറയാം? 12 ഗോത്രം. ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിനകത്തുള്ളവരെ പറഞ്ഞേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ എന്താ പ്രാർത്ഥിക്കുന്നത് അറിയുമോ? പഴയ അമ്മമാര് പ്രാർത്ഥിക്കുമ്പോ ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പറഞ്ഞേ പ്രിയ സിസ്റ്റർ? പഴയ ആൾക്കാർ പ്രാർത്ഥിക്കുമ്പോ ആദ്യം പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകം ഒന്ന് പറഞ്ഞേ. അതെ, അവിടെ പറഞ്ഞല്ലോ പ്രൊഫസർ. ഒന്ന് പറഞ്ഞേ, അഡ്മിറ്റ് ചെയ്ത്. ദൈവം, അത് തന്നെ. അപ്പോ 2000, 1280 ഗോത്രപിതാക്കന്മാരുടെ കാലം. ഒന്നാമത്തെ ഗോത്രപിതാവ് അബ്രഹാം. ആ കാലഘട്ടങ്ങളിൽ ആയിരുന്ന പിതാക്കന്മാരാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. മറ്റു പറഞ്ഞതെല്ലാം കറക്റ്റ് പോയിന്റ് ആണ്. അത് താഴോട്ട് വരുന്നുണ്ട്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. ഈ കാലഘട്ടങ്ങളിലെ ഗോത്രപിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. മിസ്രൈമിലെ അടിമത്വം. ഈ കാലഘട്ടത്തിലാണ് മിസ്രൈമിൽ അടിമത്വം കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് മിസ്രൈമിൽ എന്ത് ചെയ്തത്? അടിമത്വം കൊടികുത്തി വാണത്. കുടിക്കാൻ വെള്ളം കൊടുക്കത്തില്ല. ഒരു കഷ്ണ റൊട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച അത് വെച്ച് കഴിച്ചോളണം. ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ അടിമത്വം നടന്ന കാലഘട്ടത്തിലെ പിതാക്കന്മാരായ ഇവര് 3 പേര്. അടുത്ത് BC 1280, 1280, 1250, 1280, 1050.
പുറപ്പാടിന്റെയും കനാൻ അധിനിവേശത്തിന്റെയും ന്യായാധിപന്മാരുടെയും കാലം. 3 BC 1050 930. BC 1050 930. രാജത്വത്തിന്റെ കാലം. ആ സമയത്ത് 3 രാജാക്കന്മാരുണ്ടായിരുന്നു. ആരൊക്കെന്നറിയാമോ? ആ സമയത്ത് 3 രാജാക്കന്മാർ. ഒന്ന് ശൗൽ, 2 ദാവീദ്, 3 ശലോമോൻ. 1 ശൗൽ, 2 ദാവീദ്, 3 ശലോമോൻ. 4 BC 930 722. BC 930 722 ഇസ്രായേലിന്റെ രാജകാലം. 5 BC 930 587. BC 930 587 യഹൂദ രാജകാലം. 6 BC 587 538. BC 587 538 യഹൂദന്മാരുടെ പ്രവാസകാലം.  ആ സമയത്താണ് സഭ ആക്രമിക്കപ്പെടുന്നതും സഭ പൊളിക്കുന്നതും. ആ സമയത്താണ് നെഹമ്യാവെന്ന മനുഷ്യനെ ആലയം പണിക്കായി എണീപ്പിക്കുന്നതും അതിനകത്ത് മതിൽ പണിയുന്നതും സംബ്യാവും തോവല്ലത്തും ഒക്കെ എതിർക്കുന്നതൊക്കെ ആ കാലഘട്ടത്തിലാണ്. അപ്പോഴാണ് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവും ദാനിയേൽ ഇവരെല്ലാം അടിമകളായി പോകുന്നത്. 8 BC 432 BC 432 332 യഹൂദന്മാർ പാർസി ഭരണത്തിന് കീഴിൽ. ഈ പാർസി ഭരണത്തിന് കീഴിലായിരിക്കുമ്പോഴാണ് ദാനിയേലിന്റെ 3 ആഴ്ചവട്ടം നമ്മൾ പഠിക്കാൻ പോകുന്നു. ദാനിയേലിന്റെ 3 ആഴ്ചവട്ടം എന്ന് പറയുമ്പോ ദാനിയേൽ 7 3 21 ദിവസം താൻ പ്രാർത്ഥിക്കുമ്പോഴാണ്
ഹോവയായ ദൈവം ദാനിയേലിന്റെ അടുത്ത് ഇറങ്ങിയെന്ന് പറയുക, ദാനിയേലെ, നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, ഞാൻ പാർസി പ്രഭുക്കന്മാരോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. അതാണ് ആ ഒരു കാലഘട്ടം. ഹുതന്മാർ പാർസി ഭരണത്തിന് കീഴിൽ. 9 ഒരെണ്ണം പറയാനുണ്ട്. 7 BC 538 മുതൽ 432 വരെയുള്ള ഒരു കാലഘട്ടം. പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്. താങ്ക് യു ആന്റി. പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ്. പ്രവാസത്തിൽ നിന്നുള്ള തിരിച്ചുവരവ് 7 BC 530 432. 9 BC 332 165. BC 332 165. യഹൂദന്മാർ അലക്സാണ്ടറുടെയും അദ്ദേഹത്തിന്റെ അനന്തമായ ഭരണകൂടത്തിന് കീഴിൽ, ഓക്കെ, ഇത്രയാണ് നമ്മളുടെ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആമുഖം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം തുടങ്ങിയാണ്. ഉൽപ്പത്തി പുസ്തകം ഹെഡിങ് ആരംഭങ്ങളുടെ പുസ്തകം. ആരംഭങ്ങളുടെ പുസ്തകം. മോശയുടെ ഒന്നാം പുസ്തകം. എഴുത്തുകാരൻ മോശ. എഴുതിയ കാലഘട്ടം BC 1450. BC 1450 1410. എത്ര? BC 1450 1410. സ്ഥിതിവിവര കണക്കുകൾ. ഹെഡിങ് സ്ഥിതിവിവര കണക്കുകൾ. ബൈബിളിലെ ഒന്നാമത്തെ പുസ്തകം. അധ്യായങ്ങൾ 50. വാക്യങ്ങൾ 1533. 1533. ചരിത്രവാക്യങ്ങൾ
ചരിത്രവാക്യങ്ങൾ 1385. 1385. ചോദ്യങ്ങൾ 148. ചോദ്യങ്ങൾ 148. പ്രവചനങ്ങൾ, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾ 146. പ്രവചനങ്ങൾ 146. നിവർത്തിയായ പ്രവചനങ്ങൾ, നിവർത്തിയായ പ്രവചനങ്ങൾ 123. 123. നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ, നിവർത്തിയാകാത്ത പ്രവചനങ്ങൾ 23. 23. ലഘു അധ്യായങ്ങൾ, ലഘു അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ അധ്യായങ്ങൾ 16. അടുത്ത് ദീർഘ അധ്യായങ്ങൾ എന്ന് വെച്ചാൽ വലിയ അധ്യായങ്ങൾ 24. ആജ്ഞകൾ, ആജ്ഞകൾ, ആജ്ഞകൾ 106. വാഗ്ദാനങ്ങൾ, വാഗ്ദാനങ്ങൾ 71. എന്തായിരുന്നു സാറേ? ആജ്ഞകൾ, ആജ്ഞ, ആജ്ഞ. ആജ്ഞകൾ കഴിഞ്ഞ് വാഗ്ദാനങ്ങൾ, വാഗ്ദാനങ്ങൾ 71. ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 95. 95. മുന്നറിയിപ്പുകൾ, മുന്നറിയിപ്പുകൾ 326. അടുത്ത ഹെഡിങ് പ്രധാന വ്യക്തികൾ. പ്രധാന വ്യക്തികൾ ആദാം, ഹവ്വ, ആദാം, ഹവ്വ, ഹാബേൽ, ഹാബേൽ, ഹാനോക്ക്, ഹാനോക്ക്, നോഹ, നോഹ, അബ്രഹാം, സാറായി, സാറായി, ഇസഹാക്ക്, ഇസഹാക്ക്, റബേക്ക, റബേക്ക, ഏശാവ്, ഏശാവ്, യാക്കോബ്, റേച്ചൽ,
റേച്ചൽ, യോസേപ്പ്, ഇത്രയുമാണ് ഇതിന്റെ പ്രധാന കഥാപാത്രങ്ങൾ. പ്രധാന വാക്യങ്ങൾ ഉൽപ്പത്തി 1:27, ഉൽപ്പത്തി 1:27, 12-ാം അധ്യായത്തിന്റെ 2-3. പ്രധാന അധ്യായങ്ങൾ ഉൽപ്പത്തി 12-1 മുതൽ 3 വരെ, 15-1, സാറേ ഉൽപ്പത്തി 12-ന്റെ 1 മുതൽ 3 വരെ, 1 മുതൽ 3 വരെ, 15-ാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെ. പതിനഞ്ചാം അധ്യായത്തിന്റെ 1 മുതൽ 21 വരെ, 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെ. ഒന്ന് വായിക്കാമോ? ഒരാൾ അഡ്മിറ്റ് ചെയ്തിട്ട് 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. പ്രാരംഭത്തിൽ തന്നെ ഇവിടെ നമ്മൾ വായിച്ച 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവരെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. നമുക്കറിയാന്നുള്ള കാര്യമാണ്. ഇന്ന് മനുഷ്യൻ ഇപ്പോ ഒരു വിവാഹാലോചനയ്ക്ക് പോയാൽ പോലും നിറം നോക്കി അല്ലെങ്കിൽ ഒത്തിരി സൗന്ദര്യം നോക്കി കുട്ടിയെ നടത്തിക്കാറുണ്ട്, പയ്യനെ വിട്ട് സംസാരിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ തമ്മിൽ സംസാരിക്കാൻ വിടാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കരങ്ങൾ ഉയർത്താൻ പറയാറുണ്ട്. കാരണം വൈകില്ലോ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ പറയുമ്പോ കൊഞ്ഞ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇന്നത്തെ സ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ പറയുന്നത് ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചത് മാത്രമല്ല, ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യനാണ് ദൈവത്തിന്റെ സ്വരൂപത്തെ സൃഷ്ടിച്ച ആ സൃഷ്ടിയാണ് സൃഷ്ടിപ്പായിരിക്കുന്ന കർത്താവ് സൃഷ്ടിച്ച മനുഷ്യൻ സൗന്ദര്യവർദ്ധവിന് വേണ്ടി പലതും അവർ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, മുഖത്തെന്തൊക്കെ കറുത്ത സാധനം വാരി തേച്ചിട്ട് ഇളക്കാൻ കഴിയാതെ ബന്ധപ്പെട്ട ഒരു സഹോദരി അതിനകത്തുനിന്ന് മരിച്ചുപോയത് നമ്മൾ കേട്ടു. ഇതെല്ലാം വാരി തേച്ചിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റാതായിപ്പോയി, സമയം കഴിഞ്ഞു. ആ സമയമായപ്പോ മൂക്കിനകത്ത് എന്തോ പറയാ, കോട്ടൺ ബഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇതെല്ലാം തേച്ചത്, ചെവിക്കകത്തൊക്കെ വെച്ച് മൊത്തം സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയാ. എന്നിട്ട് ഇതിനെ ഇളക്കാനുള്ള സമയം ലേറ്റായ ഒരു ഇളകി വന്നിട്ടില്ല, അവര് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. കാരണം ദൈവം കൊടുത്ത സൗന്ദര്യം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സൗന്ദര്യമാണ്. അതിനെ മോഡിഫിക്കേഷൻ ചെയ്യാൻ പല നിലയിൽ മുമ്പിലോട്ട് പോകുന്നുണ്ട്. ആമേൻ. അതിനാധാരമായി ഒരു 2 വാക്യം കൂടെ ഞാൻ തരാം. 2 വാക്യം കൂടെ അതിനാധാരമായി 27-ാമത്തെ വാക്യത്തിന് ചേർന്ന് 2 വാക്യം കൂടെ. ഉൽപ്പത്തി 2-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യവും 2:18 മുതൽ 21 വരെയും, 2:18 മുതൽ 21 വരെയും, 23-ാമത്തെ വാക്യം വരെയും, 5:2. അതായത് 2-ാം അധ്യായത്തിന്റെ 18, 21, 23, 5-ാം അധ്യായം 2-ാമത്തെ വാക്യവും. ശേഷം അതോട് ചേർന്ന് തന്നെ മലാക്കിയുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യവും, മലാക്കി 2:15, മത്തായി സുവിശേഷം 19-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും,
മത്തായി സുവിശേഷം 19:4 മാർക്കോസ് 10:6 ഇതിനോട് ചേർന്ന വാക്യങ്ങളാണ്. ഇതിനോട് ചേർന്ന വാക്യങ്ങളാണ്. മാർക്കോസ് 10:6 ഒന്ന് വായിച്ചേ. പത്തിന്റെ 6. സൃഷ്ടിയുടെ ആരംഭത്തിങ്കലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. കണ്ടോ? പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളില് വ്യക്തമായി അവിടെ കൊണ്ടുവന്ന് ചിത്രീകരിച്ചൊരു കാര്യം 1-ാമത്തെ വാക്യം മുതൽ നമുക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാൻ കഴിയും. ഇവിടെ സൃഷ്ടിയുടെ ആരംഭത്തിലോ ദൈവം അവരെ ആണും പെണ്ണുമായി ഉണ്ടാക്കി. ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്, അല്ലാതെ കുരങ്ങിൽ നിന്നും ഉണ്ടായതൊന്നും അല്ല. കുരങ്ങിന്റെ വാല് കുറുകി മനുഷ്യൻ ഉണ്ടായതൊന്നും അല്ല. കർത്താവ് തന്നെ ഡയറക്റ്റായി തന്റെ കൈ കൊണ്ടുണ്ടാക്കിയതാണ് ഏദൻ തോട്ടത്തിൽ. മറന്നു പോകരുത്. സ്തോത്രം. അടുത്ത പ്രധാന അധ്യായത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം 12:2-3 വാക്യങ്ങളിലേക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 12:2-3 വാക്യം ഒന്ന് വായിക്കാമോ? 12-ാം അധ്യായത്തിന് 2-3 വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. പ്രൈസലോ. കണ്ടോ ആ ദൂത് കേട്ടോ നിങ്ങൾ? നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ എന്ത് ചെയ്യും? അനുഗ്രഹിക്കും. നിന്നെ ഞാൻ ഭൂമിയിൽ വലിയ ഒരു ജാതിയാക്കും. ഇത് ആരോട് പറഞ്ഞ് നമുക്കറിയാം? അബ്രഹാമിനോട് ദൈവം പറഞ്ഞ അരുളപ്പാടുകളാണ്. സ്വന്തം അബ്രഹാമെ, നിന്നെ ശപിക്കുന്നവനെ ഞാൻ എന്ത് ചെയ്യും? ശപിക്കും. ഇതിനകത്ത് ആരെങ്കിലും മുഖത്ത് നോക്കി ശപിച്ചവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വചനം പറയുന്നു, നിന്നെ ശപിച്ചവരെ ദൈവം ശപിക്കാൻ എണീറ്റ് കഴിഞ്ഞാലേ, ദൈവം എണീറ്റ് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. ദൈവം ചില കാര്യത്തിന് വേണ്ടി എണീറ്റാലേ ആർക്കും തടയാൻ കഴിയില്ല. പ്രൈസലോ. ദൈവം ചിലതൊക്കെ ചെയ്യും ഈ തലമുറയിൽ. ഉറപ്പായിട്ടും നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണ്. 12-ാം അധ്യായത്തിന് 2-3 വാക്യം നിങ്ങൾ എന്ത് ചെയ്യണം? അവയെ കുറിച്ച് വെച്ചുകൊള്ളണം. അതിന്റെ ചില വാക്കുകളൂടെ ഞാൻ പറഞ്ഞുതരാം. ചില ഒത്തുവാക്യങ്ങൾ. നിങ്ങളുടെ ശുശ്രൂഷ തൽപരരാണല്ലോ. ചില ഒത്തുവാക്യങ്ങൾ കൂടെ 2-ാമത്തെ വാക്യവും 3-ാമത്തെ വാക്യവും ചേർന്ന്. 2-ാമത്തെ വാക്യത്തിന്റെ ഒത്തുവാക്യം ഇങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6, ഉൽപ്പത്തി 17:6, 18:18, 17:6, 18:18. ഗലാത്യരിലേക്ക് വരുമ്പോ 3-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. ഗലാത്യർ 3:14. ഗലാത്യർ 3:14. അടുത്ത 3-ാമത്തെ വാക്യത്തിന്റെ ഒത്തുവാക്യം ഉൽപ്പത്തി 27:29, ഉൽപ്പത്തി 27:29, 27:29. സംഖ്യാപുസ്തകം 24:9, സംഖ്യ 24:9. ഉൽപ്പത്തി 22:18, 22:18, 26:5, 28:14. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാമത്തെ അധ്യായത്തിന് 2-ാമത്തെ വാക്യം. യിരെമ്യാവ് 4:2. അപ്പോസ്തല പ്രവർത്തികൾ 3:25.
അപ്പോസ്തല പ്രവൃത്തികൾ 3:25, ഗലാത്യർ 3:8 മുതൽ 16 വരെ. ഇത്രയുമാണ് ആ 2 വാക്യത്തിന്റെ ഒത്തുവാക്യങ്ങൾ. ദൈവം അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഭയങ്കര ദൂത് കൊടുത്താണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത്. 12-ാം അധ്യായത്തിലും കാണാൻ കഴിയുന്നു. വിളിച്ചിറക്കുമ്പോ ഒത്തിരി ആലോചനകൾ, ഒത്തിരി അരുളപ്പാടുകൾ ഡയറക്റ്റ് ആയിട്ട് കേട്ട വ്യക്തിയാണ് അബ്രഹാം. ഡയറക്റ്റ് ആയിട്ട് ഒരു പ്രവാചകനും വന്ന് പറയാതെ, അല്ലെങ്കിൽ ഒരു വെളിച്ചപ്പാട് അല്ലെങ്കിൽ വെളിപ്പാട് പറയുന്ന ഒരു വ്യക്തിയും വന്ന് അദ്ദേഹത്തിനോട് പറയാതെ, ഡയറക്റ്റ് ദൈവവും അബ്രഹാമായിട്ടുള്ള ബന്ധത്തിലാണ്, ആ ദർശനത്തിൽ കൂടെയാണ് അബ്രഹാം ഇറങ്ങുന്നത്. വലത്തെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണ് സാറായി. അതിനെയും കൂടെ തൂക്കിയാണ് ഇറങ്ങി വരുന്നത്. ഇറങ്ങുമ്പോ ഫ്രണ്ടിൽ ഒന്നുമില്ല, ഒരു റൂട്ട് മാപ്പോ എവിടെ പോകണമെന്നോ ഒന്നുമില്ല. ഞാൻ കാണിക്കാതിരിക്കുന്ന ദേശത്ത് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ അദ്ദേഹം ഭവനത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പിന്നാലെ ഇറങ്ങി തന്റെ അപ്പൻ. രണ്ടാമത് തന്റെ പിന്നാലെ ഇറങ്ങിയത് ലോത്തും തന്റെ കുടുംബവും. അവരെല്ലാം പട്ടുപോയി. അപ്പൻ പകുതി വീഴ്ച പട്ടുപോയി. ശേഷം ലോത്തിന്റെ ഭവനവും അല്ലെങ്കിൽ ലോത്തിന്റെ സമ്പാദ്യവും എല്ലാം തീക്കിരയായി തീർന്നു. അവിടെയും അബ്രഹാമിനെ സൂക്ഷിച്ച ഒരു ദൈവമുണ്ട്, മറന്നുപോകരുത്. വിളിച്ചവന് വിശ്വസ്തന, അന്ത്യത്തോളം നടത്താൻ അവൻ ശ്രേഷ്ഠനാണ്. വാഴ്ത്തത്വം പറഞ്ഞാൽ മാറിപ്പോകുന്ന ദൈവമല്ല ഇത്. ഉവ്വെന്ന് പറഞ്ഞാൽ അത് അതേപോലെ സംഭവിക്കുന്ന ആ ദൈവത്തിന്റെ ശക്തിയാണ് ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. നമ്മളവിടെ എഴുതി നിർത്തിയത് പ്രധാന അധ്യായങ്ങൾ ഉൽപ്പത്തി നമ്മൾ എഴുതി നിർത്തി. അത് താഴോട്ട് കുറച്ച് ഭാഗം കൂടെ നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകം, പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായും പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായും പഴയ നിയമത്തിലെ ഒന്നാമത്തെ പുസ്തകമായും വേദപുസ്തകത്തിന്റെയും അതിപ്രധാനമായ ആമുഖമായും നിലകൊള്ളുന്നു. ആമുഖമായും നിലകൊള്ളുന്നു. ആരംഭം, ഉറവിടം അഥവാ സൃഷ്ടി, അഥവാ സൃഷ്ടിപ്പ്, ഏതിന്റെയോ തുടക്കം എന്നാണ് ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകം ആകുന്നു. ഉൽപ്പത്തി ആരംഭങ്ങളുടെ പുസ്തകമാകുന്നു. ഉൽപ്പത്തിയുടെ എഴുത്തുകാരൻ ആരാണെന്ന്
ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മുഴു പഞ്ചഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാരൻ മോശയാണെന്നും സാറേ ഒരു നിമിഷം. എന്നാൽ ഒന്നും കൂടെ ഒന്ന് പറയാമോ? എന്നാൽ മൈക്ക് ഓഫ് ചെയ്യാമോ? എന്നാൽ മുഴു പഞ്ചഗ്രന്ഥങ്ങളുടെയും എഴുത്തുകാരൻ മോശയാണെന്നും വേദപുസ്തകത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ തെളിവുകളുണ്ട്. വേദപുസ്തകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തെളിവുകളുണ്ട്. ഒന്ന് രാജ 2:3. ഒന്ന് രാജ 2:3, 2 രാജ 14:6, 14:6, എസ്ത്ര 6:8, എസ്ത്ര 6:8, നെഹമ്യാവ് 13:1, ദാനിയേൽ 9:11 മുതൽ 13 വരെ. ദാനിയേൽ 9:11 മുതൽ 13 വരെ. മലാക്കി 4:4, മലാക്കി 4:4. മാർക്കോസ് 12:26, മാർക്കോസ് 12:26. ലൂക്ക 16:29, 29 മുതൽ 31 വരെ. ലൂക്കോസ് 16:29 മുതൽ 31 വരെ. യോഹന്നാൻ 7:19 മുതൽ 23 വരെ. യോഹന്നാൻ 7:19 മുതൽ 23 വരെ. അപ്പോസ്തല പ്രവൃത്തി 26:22. അപ്പോസ്തല പ്രവൃത്തി 26:22. ഒന്ന് കൊരിന്തി 9:2. 1 കൊരിന്തി 9:2. രണ്ട് കൊരിന്തി 3:15. ഉൽപ്പത്തിയുടെ മുഴു ചരിത്രവും ഉൽപ്പത്തിയുടെ മുഴു ചരിത്രവും ഉൽപ്പത്തിയുടെ മുഴു ചരിത്രവും മോശയുടെ ജീവകാലത്തിനു
ഊ അടയാളം. മുൻപേ മുൻപേ ഉള്ളതായിരിക്കെ ജീവകാലത്തിനു മുൻപേ ഉള്ളതായിരിക്കെ ഉൽപ്പത്തി എഴുതുന്നതിൽ അവന്റെ ചുമതല പ്രകാരം പ്രധാനമായും പരിശുദ്ധാത്മാ നിയോഗത്താൽ അടുത്ത ഹെഡിങ് സൃഷ്ടിപ്പിന്റെ തുടക്കം. യഹൂദാ ജാതിയുടെ ആരംഭം. അബ്രഹാമും ഗോത്രപിതാക്കന്മാരും അവരോടുള്ള വാഴ്ത്തത്വം എന്നിവ കൃത്യമായി ഉൽപ്പത്തിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ചരിത്രപരമായ വിശ്വസ്തതയെ കർത്താവുമായ യേശുവും ഒരു 3-4 അധ്യായങ്ങളാണ് ചേർത്ത്. മത്തായി സുവിശേഷം 19:4 മുതൽ 6 വരെയും, മത്തായി 19:4 മുതൽ 6 വരെയും, 24-ാം അധ്യായത്തിന്റെ 37 മുതൽ 39 വരെയും, 24 മുതൽ 37 മുതൽ 39 വരെയും, ലൂക്കോസ് 11:51, 17:26 മുതൽ 32 വരെയും, 17:26 മുതൽ 32 വരെയും, യോഹന്നാൻ 7:21 മുതൽ 23 വരെ, യോഹന്നാൻ 8:56 മുതൽ 58 വരെ, യോഹന്നാൻ 7:22 മുതൽ 21 മുതൽ 23 വരെ, 7:21 മുതൽ 23 വരെ. അടുത്ത യോഹന്നാൻ 8:56 മുതൽ 58 വരെ. അപ്പോസ്തലന്മാരും റോമാലേഖനം 4
1 മുതൽ ചില വാക്യങ്ങൾ. റോമാലേഖനം 4:1 മുതൽ ചില വാക്യങ്ങൾ. 1 കൊരിന്തി 15:21 മുതൽ 22 വരെ. 21 മുതൽ 22 വരെയും 45 മുതൽ 47 വരെയും. 1 കൊരിന്തി 15:21 മുതൽ 22 വരെയും 45 മുതൽ 47 വരെയും. 2 കൊരിന്തി 11:3 ഗലാത്യർ അധ്യായം 3:8. ഗലാത്യർ 3:8. 4:22 മുതൽ 24, 22 മുതൽ 24, 28 വാക്യവും. ഗലാത്യർ 4:22 മുതൽ 24 വരെയും 28 വാക്യവും. 1 തീമോഥെയോസ് 2:13 മുതൽ 14 വരെ. എബ്രായലേഖനം 11:4 മുതൽ 22 വരെ. എബ്രായലേഖനം 11:4 മുതൽ 22 വരെ. 2 പത്രോസ് 3:4 മുതൽ 6 വരെ. 2 പത്രോസ് 3:4 മുതൽ 6 വരെ. യൂദ 7:11. യൂദ 7:11. യൂദ 7:11. പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നറിയാമോ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? നിങ്ങൾ എഴുതിയല്ലോ. എന്താ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? സൃഷ്ടിപ്പിന്റെ തുടക്കം. എന്താ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്? സൃഷ്ടിയുടെ തുടക്കമെന്ന് പറഞ്ഞു. മറ്റ് ഭാഗങ്ങളിൽ തെളിവുകളുണ്ട് എന്ന് നമ്മൾ നിർത്തിയ ശേഷമാണ് വാക്യങ്ങൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 2:3 മുതൽ തുടങ്ങിയത്. അപ്പൊ എന്താ തെളിവുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്ന പുതിയ നിയമത്തില്? ഈ പുസ്തകം ആരെഴുതിയെന്ന? മോശ. ആരെഴുതിയെന്ന? മോശ. മറന്നു പോകരുത്. ഈ പുസ്തകം ആരെഴുതിയെന്നുള്ള തെളിവാണ് അപ്പോസ്തലന്മാരും പറയുന്നു. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകം മുതൽ ആമേൻ സംസാരിക്കുന്ന ഒറ്റ വിഷയമാണ് ഈ പുസ്തകം ആരെഴുതി. അതിന്റെ തെളിവുകളാണ് ഇവിടെ നിരത്തി വച്ചത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എഴുതി നിർത്തി യൂദ 7:11 എഴുതി നിർത്തിയത് പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാർ ഇതെന്ത് ചെയ്തിരിക്കുന്നു? സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളില് ഏതൊക്കെ നമ്മൾ വായിച്ചത് എഴുതിയത്? മത്തായി 19:24, ലൂക്ക 11, യോഹന്നാൻ 7, യോഹന്നാൻ 8 ഇത്രയും അധ്യായത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 നമ്മൾ എഴുതിയത് അപ്പോസ്തലന്മാരും, അല്ലെ? അങ്ങനെ എഴുതിയേ ഹെഡിങ് അപ്പോസ്തലന്മാരും എന്ന് തുടങ്ങിയാണ്. റോമാലേഖനം 4 ചില വാക്യങ്ങൾ. 1 കൊരിന്തി 15:21 മുതൽ ചില വാക്യങ്ങൾ 45, 47. 2 കൊരിന്തി
11:3 അപ്പോസ്തലന്മാർ പറഞ്ഞതാ. ഗലാത്യർ അപ്പോസ്തലൻ പറഞ്ഞു പൗലൂസ് 3:8, ഗലാത്യർ 4:22, 24, 28. അടുത്ത അപ്പോസ്തലൻ പൗലൂസ് പറയുന്നു 1 തീമോഥെയോസ് 2:13, 14. അടുത്ത് പിന്നെയും ആവർത്തിച്ച് പൗലൂസ് പറയുന്നത് ഇങ്ങനെയാണ്. എബ്രായ ലേഖനം 11:4 മുതൽ നമ്മൾ വായിച്ചു എഴുതി. അടുത്ത് 2 പത്രോസ് നമ്മൾ എഴുതി 3:4, 6. അടുത്ത തെളിവാണ് യൂദയുടെ ലേഖനം എന്താണ് 7:7, 11. അതാ പറഞ്ഞ പുതിയ നിയമത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. എന്തെങ്കിലും പൊടി കിട്ടിയ അപ്പോ ഈ സാക്ഷ്യമാണ് ഇത്രയും പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാരും പിന്നെ സുവിശേഷങ്ങളില് ലൂക്ക, മത്തായി, യോഹന്നാൻ ഇവരും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. ആമേൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചിന്തിച്ചത്. അടുത്ത് നമ്മൾ വായിക്കാൻ പോകുന്ന പ്രധാന അധ്യായങ്ങളിൽ നിന്ന് 12-ാം അധ്യായം 1 മുതൽ 3 വരെ വായിച്ചു. ആമേൻ. 12-ാം അധ്യായം വായിച്ചോ? ഇല്ല അല്ലെ? 12-ാം അധ്യായം നമ്മൾ വായിച്ചോ? ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 3 വരെ 2ഉം 3ഉം വായിച്ചു. എന്നത് വായിക്കണ്ട. 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 15-1, 21 ഒന്ന് വായിക്കാമോ? ഒന്ന് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? ഭയങ്കര ധൈര്യശാലിയായി താൻ നിൽക്കുക. ശാലേമെന്ന രാജ്യം വഴി ആ രാജാവിന് ദശാംശമെല്ലാം കൊടുത്ത് താനിങ്ങനെ സഹോദരനായ ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ ദൈവം തന്നോട് പറഞ്ഞ ദൂതുകളും തീർന്നില്ല. ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിന് ദൈവം കൊടുത്ത വെളിപ്പാട് ഭയങ്കരമായിട്ടോ. നിങ്ങൾ വെളിപ്പാട് പ്രാപിക്കുന്നവരായിരിക്കണം. നിങ്ങൾ എല്ലാവരും വെളിപ്പാടുള്ളവരാ. അപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചിലത് പ്രാപിച്ചെടുക്കണം. സ്തോത്രം. അതാ ഇവിടെ പറഞ്ഞത്. നോക്കിക്കേ. ആമേൻ. അതിന്റെ ശേഷം അബ്രഹാം ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ, അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു എന്ന് നമ്മൾ 15:1 വായിച്ചു. 21-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ. അമോന്യർ, കനാന്യർ, പെരിസ്യർ, റെഫായിമ്യർ, അമോര്യർ, കനാന്യർ, ഗിർഗര്യർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തെ തന്നെ തന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. കണ്ടോ? ഇത്രയും രാജ്യക്കാരെ ഒരുമിച്ച് കൊടുത്തിരിക്കുക. അപ്പോ ഇറങ്ങി വന്നപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിട്ടേച്ച് തിരിച്ചു പോകാൻ അബ്രഹാമിന് പല പ്രാവശ്യം ഉൾവലിവുണ്ടായിരുന്നു. തിരിച്ചു പോയാലെന്ത്, എല്ലാം തീർന്നു, ഇനി മുമ്പിലോട്ട് ഇനി യാത്രയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും ദൈവം അവനോട് ഇടപെടുവാനിടയായി. ഇന്ന് രാത്രി ആമേൻ, ദൈവം നിങ്ങളോട് സംസാരിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരവസരം ദൈവത്തിന് കൊടുക്കണം. സംസാരിക്കാനുള്ള ഇടം നമ്മൾ ഒരുക്കണം. എങ്കിൽ മാത്രമേ, ഇപ്പോ ഞാൻ പറയട്ടെ, നമ്മൾ കുറച്ച് ചീര നട്ടിട്ട് നല്ല ഉണക്കുള്ള സമയമാണ്. അപ്പൊ അവിടെ നിന്ന് ഏകദേശം ഒരു 50 മീറ്റർ മാറി ഒരു കനാല് പോയിക്കൊണ്ടിരിക്കുക. അതിൽ നിറച്ച് വെള്ളമുണ്ട്. പക്ഷെ കനാൽ അതിലേ പോകുന്നു. എന്നാൽ 50 മീറ്റർ ഉള്ളിലാണ് നമ്മളെ കീര തോട്ടം നട്ടിരിക്കുന്നത്. അത് പൊടിച്ചു നിൽക്കുക. വെള്ളം കോരി ഊപ്പാട് വന്നു. പക്ഷേ ആ കനാലിൽ ഒഴുകുന്ന വെള്ളം ഈ തോട്ടത്തിൽ കൂടെ കൊണ്ടുവരണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നീർച്ചാല് വെട്ടണം. കനാല് പോലും അറിയാതെ വെള്ളം കൊണ്ടുവരണം. അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ വഴി വെട്ടണം. കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരാൻ. ഇന്ന് രാത്രി അതായിരിക്കട്ടെ നമ്മുടെ ക്ലാസ്, അതായിരിക്കട്ടെ നമ്മുടെ മുദ്രാവാക്യം. കർത്താവിന് വേണ്ടി നമ്മളോട് സംസാരിപ്പാൻ നമ്മൾ വഴി വെട്ടിയ ഇന്ന് രാത്രി അസാധ്യമെന്ന് നീ പറയുന്നത് സാധ്യമാക്കാൻ സർവശക്തൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിട്ടുണ്ട്. 15-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ചില കുറിവാക്യങ്ങൾ തരാം. ശുശ്രൂഷിക്കുന്നവരാണല്ലോ. 1-ാമത്തെ വാക്യം ചില വാക്യങ്ങൾ എഴുതിക്കോളൂ. ഉൽപ്പത്തി 26:24. ഉൽപ്പത്തി 26:24.
ദാനിയേൽ 10:12. ദാനിയേൽ 10:12. ലൂക്ക 1:13. ലൂക്ക 1:13, 1:30. സങ്കീർത്തനം 3:3. സങ്കീർത്തനം 3:3. 18:2. 84:11. 84:11. 119:114. 119:114. അതാണ് ഒന്നാമത്തെ വാക്യത്തിന്റെ ചെറിയ കുറച്ച് കുറിവാക്യങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ ചിന്തിച്ച ഭാഗം, ആമുഖം നമ്മൾ പഠിച്ചു.